ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഐക്യ കേരള മൂവ്മെൻറ്റിനെ പറ്റിയാണ്. ഐക്യ കേരള മൂവ്മെൻറ്റ് എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് ഫോർമേഷന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഇൻ കേരളയാണ്. സോ പണ്ട് ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന കേരളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നതിൽ കേരളം ഉണ്ടായിരുന്നത് 3 പ്രൊവിൻസസ് ആയിട്ടാണ്. ഒന്ന് കൊച്ചി, പിന്നെ ട്രാവൻകൂർ ആൻഡ് മലബാർ. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് കേരളത്തെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ കൊച്ചിയും ട്രാവൻകൂറും പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യഭരണമാണ് അവിടെ നടന്നിരുന്നത്. മലബാർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മദ്രാസ് പ്രൊവിൻസസിൽ പെട്ടതായിരുന്നു. മദ്രാസ് പ്രൊവിൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഡയറക്റ്റായിട്ട് ഭരിച്ചിരുന്ന സ്ഥലമാണ്. സോ മലബാർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് ഭരണത്തിലുമായിരുന്നു. ബാക്കി ട്രാവൻകൂറും കൊച്ചി എന്ന് പറയുന്നതും രാജ്യഭരണത്തിലുമായിരുന്നു. നവംബർ 1, 1956 നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. മൂവ്മെൻറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCക്ക് വരുന്ന ചോദ്യങ്ങൾ മാത്രം, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദിക്കുക, ആ പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇൻഡിപെൻഡൻസ് മുന്നേ ഉള്ള ഈ മൂവ്മെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. സോ ദർ വാസ് 3 സ്റ്റേറ്റ്സ്, കൊച്ചി, ട്രാവൻകൂർ ആൻഡ് മലബാർ. പക്ഷേ ഇതിനൊക്കെ ഒരു കൂട്ടി യോജിപ്പിക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ മലയാളം ഭാഷയായിരുന്നു. മലയാളം ഭാഷയാണ് ഈ ഒരു 3 സ്റ്റേറ്റ്സിലും, പ്രിൻസ്ലി സ്റ്റേറ്റ്സിലും പിന്നെ മലബാർ ഡിസ്ട്രിക്റ്റിലും സംസാരിച്ചിരുന്നത്. സോ ആ ഒരു കൾച്ചർ ഇവരെ 3 പേരും യോജിപ്പിച്ചിരുന്നു. ഇതിനെപ്പറ്റി ഈ ഒരു ഐക്യ കേരളം, ന്യൂ കേരളം, അബൌട്ട് യുണൈറ്റിംഗ് ട്രാവൻകൂറും കൊച്ചിയും മലബാറും ഒത്തൊരുമിച്ചുള്ളൊരു സ്റ്റേറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഫസ്റ്റ് അത് പ്രോപ്പറൻ ചെയ്തത് രാമകൃഷ്ണ പിള്ളയാണ്. ഹി വാസ് ദി എഡിറ്റർ ഓഫ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അപ്പോൾ സ്വദേശാഭിമാനിയെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ടത്, അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതാരും മറക്കരുത്, PSC കുറേ ചോദിച്ച ചോദ്യമാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഓണർ ഓഫ് സ്വദേശാഭിമാനി. ആൻഡ് ഹി വാസ് ഓൾസോ ദി ഫസ്റ്റ് എഡിറ്റർ. ആദ്യത്തെ എഡിറ്റർ സ്വദേശാഭിമാനിൻ്റെതും ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പിന്നെ രണ്ടാമത്തെ എഡിറ്ററാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സോ ഇദ്ദേഹമാണ് ട്രാവൻകൂർ മലബാർ യുണൈറ്റ് ചെയ്തിട്ട് ഒരു കേരളം എന്ന് പറഞ്ഞൊരു ഐഡിയ ആദ്യം പ്രൊപ്പണൻ്റ് ചെയ്തത് രാമകൃഷ്ണ പിള്ളയാണ്. ഇനി നമുക്ക് റോൾ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കാം. റോൾ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ഐക്യ കേരള മൂവ്മെൻറ്റ്. സോ ഇൻ ദ നാഗ്പൂർ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1920 നടന്ന നാഗ്പൂർ കോൺഫറൻസിൽ ഇവരിങ്ങനെ തീരുമാനിക്കുകയാണ്, ഹൗ ഷുഡ് ബി സ്റ്റേറ്റ്സ് ഫോംഡ്. അപ്പോൾ അവരെടുത്തൊരു തീരുമാനമാണ്, ഭാഷ അനുസരിച്ച് നമുക്ക് എന്താട്ടാം ഓരോരോ സ്റ്റേറ്റും ഡിവൈഡ് ചെയ്യാമെന്നുള്ളത്. അത് ഏത് കോൺഫറൻസിലാണ്? 1920 നാഗ്പൂർ കോൺഫറൻസിൽ. അങ്ങനെ ഒരു റെസൊല്യൂഷൻ ഇവർ പാസ്സാക്കണം, ഭാഷ അനുസരിച്ചാണ് നമുക്ക് സ്റ്റേറ്റുകൾ ഡിവൈഡ് ചെയ്യാമെന്ന്. ആ ഒരു ഇതിൽ 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ ട്രാവൻകൂറിലും കൊച്ചിയിലും മലബാറിലുള്ളതും യുണൈറ്റ് ചെയ്തിട്ട് അവരൊരുമിച്ച് എന്താട്ടി പേര് മാറ്റുകയാണ് അവരുടെ ആ ഒരു കോൺഗ്രസിൻ്റെ. അതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, KPCC. 1921 KPCC ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ ഫോം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. ഇത് എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ്? ലിംഗ്വിസ്റ്റിക്കായിട്ട്, ഭാഷാപരമായിട്ട് നമ്മൾ ടെറിട്ടറി ഡിവൈഡ് ചെയ്യാമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാഗ്പൂർ കോൺഫറൻസ് 1920 പറഞ്ഞതനുസരിച്ചാണ് ഇവർ ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. സോ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് KPCC ഒറ്റപ്പാലത്ത് വെച്ചിട്ട് ഇവരൊരു തീരുമാനം എടുക്കുകയാണ്. എന്ത്? നമുക്ക് മലബാറും ട്രാവൻകൂറും കൊച്ചിയും പിന്നെ കൂർഗ്, നീലഗിരി, ഗൂഡല്ലൂർ, മാഹി, ലക്ഷദ്വീപ് ഇത്രയും ഒരുമിച്ച് കേരള സ്റ്റേറ്റ് നമുക്ക് ഫോം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഇവർ ഈ ഒരു റെസൊല്യൂഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സമർപ്പിക്കുകയാണ്. അത് നെഹ്റുവിൻ്റെ പ്രസിഡൻഷിപ്പിൽ തന്നെ അത് പാസ്സാക്കുന്നുണ്ട് INC. ഇനി നമുക്കറിയേണ്ടത് റോൾ ഓഫ് മഹാരാജ കേരളവർമ്മയാണ്. കേരളവർമ്മ എന്ന് പറയുന്നത് കൊച്ചിയിലെ മഹാരാജയായിരുന്നു. അദ്ദേഹവും ഈ ഒരു ഐക്യ കേരളത്തിന് വേണ്ടി പിന്താങ്ങിയിരുന്ന ഒരാളാണ്. അദ്ദേഹം
കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടൊരു കത്ത് എഴുതുകയാണ് ഇൻ 1946. എന്താണ്, ട്രാവൻകൂറും കൊച്ചിയും മലബാറും ഒരുമിച്ച് കേരള എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഫോം ചെയ്യണം. അങ്ങനെയേ കേരളത്തിൻ്റെ കൾച്ചർ, ഹിസ്റ്ററി എല്ലാതും സർവൈവ് ചെയ്യുള്ളൂ എന്നുള്ളത്. സോ അദ്ദേഹം എന്താട്ടും, ഈ ഒരു ഐക്യ കേരള സഭയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ പിന്താങ്ങും ആര് കൊടുക്കുകയാണ്, കേരളവർമ്മ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് ഐക്യ കേരളം തമ്പുരാൻ എന്നാണ്. അദ്ദേഹമാണ് ഐക്യ കേരള കൺവെൻഷൻ 1947 ഐക്യ കേരള കൺവെൻഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, തൃശ്ശൂരിലാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കെ കേളപ്പനായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തത് കേരളവർമ്മയാണ്. സോ കെ കേളപ്പന് ഉദ്ഘാടനം ചെയ്ത ഐക്യ കേരള സഭയിൽ ഇനാഗുറേഷൻ ചെയ്തത് കേരളവർമ്മയാണ്. ഇവർ രണ്ടുപേരും ഈ ഒരു യൂണിഫൈഡ് കേരളം, ഐക്യ കേരളം എന്ന് പറയുന്ന ഇതിനു വേണ്ടി നല്ലവണ്ണം പിന്താങ്ങിയിരുന്ന ആളുകളാണ്. ഇനി കോൺട്രിബ്യൂഷൻസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യ കേരളത്തിന് വേണ്ടി ചെയ്തത്? അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാട്, നമ്മുടെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ എഴുതിയ ബുക്കാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. ഇതിലും ഇദ്ദേഹം ഈ ഐഡിയയെ പിന്താങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്താ ഉണ്ടായത് നോക്കാം. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ധാർ കമ്മീഷൻ ഫോം ചെയ്യാണ്. ധാർ കമ്മീഷൻ 1948 ഉണ്ടാകുന്നത്. അതിൽ ജവഹർലാൽ നെഹ്റു ഉണ്ട്, വല്ലഭായ് പട്ടേലുണ്ട്, ഭോഗുരാജു സീതാരാമയ്യ ഉണ്ട്. ആൻഡ് ഇവർ നടത്തിയ സ്റ്റഡി അനുസരിച്ച് അവർ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ദാറ്റ് നമ്മൾ ലിംഗ്വിസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ ഭാഷാപരമായിട്ട് സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്താൽ അത് വളരെ ബുദ്ധിമുട്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭരിക്കാൻ സുഖത്തിൽ ഇപ്പോൾ നമുക്ക് കുറേ പ്രൊവിഷൻസ് ഉണ്ട്, മദ്രാസ്, ബോംബെ പ്രസിഡൻസീസ്. സോ ആ ഒരു രീതിയിൽ നമ്മൾ എന്താട്ടാ, ഭരിക്കാൻ സുഖമുള്ള രീതിയിൽ നമ്മൾ സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ധാർ കമ്മീഷൻ പറഞ്ഞത്. അതനുസരിച്ച് നമ്മൾ കേരളത്തെ ട്രാവൻകൂറിനെയും കൊച്ചിയെ മെർജ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുകയാണ്. അതിൻ്റെ പേര് ട്രാവൻകൂർ കൊച്ചി എന്നായിരുന്നു. പിന്നെ മലബാർ ഡിസ്ട്രിക്റ്റിനെ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലാക്കിയിട്ട് സ്റ്റേറ്റ് രൂപീകരിച്ചു ഇൻ 1948. ബട്ട് ആ സമയത്ത് ഇതിനെതിരെ ഭയങ്കര പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രാവൻകൂറുടെയും കൊച്ചിയും, ദ സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ കൊച്ചി, തിരുക്കൊച്ചി എന്നാണ്. തിരുക്കൊച്ചിയുടെ ഒരു രാജാവ്, കൊച്ചി രാജാവിന് യാതൊരു ടൈറ്റിലൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം എല്ലാത്തിൽ നിന്നും ഒഴിവായി. ബട്ട് തിരുവിതാംകൂറത്തെ രാജാവിന് രാജ് പ്രമുഖ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലും കൊടുത്തു. ഇതിനെ 1949 ഐക്യ കേരള കമ്മിറ്റി എന്താട്ടി ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യാണ്. നമുക്ക് സ്റ്റേറ്റ് ഓഫ് കേരള വേണം, അതിനൊരു രാജ് പ്രമുഖ് വേണ്ട, അതേപോലെ തന്നെ മലബാറിനെ ട്രാവൻകൂറും കൊച്ചിയുമായിട്ട് മെർജ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പല പ്രക്ഷോഭങ്ങൾക്ക് ഒടുവിൽ പിന്നെ അടുത്ത ഒരു കമ്മീഷൻ ഫോം ചെയ്യുകയാണ്. അതിൻ്റെ പേരാണ് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ 2 കമ്മീഷൻ പഠിച്ചു. ഒന്ന് ധാർ കമ്മീഷൻ. ധാർ കമ്മീഷൻ എന്താ പറഞ്ഞത്, നമ്മൾ സ്റ്റേറ്റ് രൂപീകരിക്കുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്. നമ്മളെന്താണ്, നമുക്ക് എങ്ങനെ ഭരിക്കാൻ എളുപ്പം എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കണം സ്റ്റേറ്റ് ഫോം ചെയ്യേണ്ടത്. നെക്സ്റ്റ് വന്നത് 1950 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. അത് ഹെഡ് ചെയ്തത് സെയ്ദ് ഫസൽ അലിയാണ്. സെയ്ദ് ഫസൽ അലിയാണ് ഇത് ഹെഡ് ചെയ്തത്. ഇത്ര അതിനെപ്പറ്റി ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ആൻഡ് ഈ ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനാണ് ഇറ്റ് മെർജ്ഡ് ദ മലയാളം സ്പീക്കിംഗ് റീജിയൻ. എല്ലാ മലയാളം സംസാരിക്കുന്ന റീജിയനും എന്താട്ടി മെർജ് ചെയ്തു. അപ്പോൾ ട്രാവൻകൂറും കൊച്ചിയും മെർജ് ചെയ്തു ആൻഡ് മലബാർ ഡിസ്ട്രിക്റ്റും അതിൽപ്പെട്ടു. പക്ഷേ ഇതിൽ മലബാർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 2 ഇതിനെ ഒഴിവാക്കുകയാണ്. അതാണ് ലാക്കദ്വീപും മിനിക്കോയ് ഐലൻഡും. ഇത് 2 ഒഴിവാക്കിയിട്ട് മലബാർ ഡിസ്ട്രിക്റ്റിനെയും തിരുക്കൊച്ചിയുമായിട്ട് മെർജ് ചെയ്യുകയാണ്. അങ്ങനെയാണ് 1956 നവംബർ 1 മോഡേൺ കേരള സ്റ്റേറ്റ്, ഇപ്പോഴുള്ള കേരള സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. സോ ഇനി നമുക്ക് കേരള സ്റ്റേറ്റ് ഫോർമേഷനെതിരെ നിന്ന ആളുകളെ പറ്റി നമുക്ക് നോക്കാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആൾ ദിവാൻ CP രാമസ്വാമി അയ്യറായിരുന്നു. അദ്ദേഹം ട്രാവൻകൂറിലെ ദിവാനായിരുന്നു. ദിവാൻ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ. സോ ഏറ്റവും കൂടുതൽ
രാജ്യഭരണം എന്ന് പറയുന്നത് ട്രാവൻകൂർ രാജാവിൻ്റെ കീഴിലാണെങ്കിലും ദിവാൻമാരാണ് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഭരിക്കുന്നതും. സോ ഇദ്ദേഹം എന്താട്ടും രാമസ്വാമി അയ്യർ വിത്ത് ദ സപ്പോർട്ട് ട്രാവൻകൂർ ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി അദ്ദേഹം ഈ ഒരു ഐക്യ കേരളം എന്നൊരു കൺസെപ്റ്റിനെ എതിര് നിൽക്കുകയാണ്. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. 1947 നമ്മൾ അഥവാ ഇന്ത്യ ഇൻഡിപെൻഡൻസ് കിട്ടുകയാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഒരു വേറിട്ട ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റായിട്ട് നിൽക്കും. അത് ആരുടെ കൂടെ മെർജ് ചെയ്യൂല, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇറ്റ് വോണ്ട് ബി അണ്ടർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസി ഇറ്റ്സെൽഫ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1956, അതിലാണ് നമ്മൾ മോഡേൺ കേരള സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. ആൻഡ് ഫസ്റ്റ് ഇറ്റ് വാസ് ധാർ കമ്മീഷൻ വെച്ചിട്ട് 1948 തിരുക്കൊച്ചി എന്ന് പറഞ്ഞിട്ടാണ് കേരളം ഫോം ചെയ്തിരുന്നത്. രാജ് പ്രമുഖ് ഉണ്ടായിരുന്നു, അത് ട്രാവൻകൂർത്തെ രാജാവായിരുന്നു. ആൻഡ് ഐക്യ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിട്ടുള്ളത് കേരളവർമ്മ കൊച്ചി രാജാവാണ്. ആൻഡ് കെ കേളപ്പനാണ് ഇതിൻ്റെ പ്രിസൈഡ് ചെയ്തിരുന്നത് എല്ലാ കാര്യത്തിലും. ആൻഡ് ദെൻ അബൌട്ട് പിന്നെയുള്ളത് നമ്മുടെ സെയ്ദ് ഫസൽ അലിയാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഹെഡ് ചെയ്തിരുന്നത്. ഈ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓക്കെ എവ്രി വൺ, താങ്ക് യു ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.